ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സി പ്ലസ് പ്ലസ് വേരിയബിൾസിനെ പറ്റിയിട്ടും വേരിയബിൾസിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ പറ്റിയിട്ടും അതെങ്ങനെ മെമ്മറിയിൽ സ്ട്രക്ചർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പം നമ്മൾ പഠിച്ചിരുന്നു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിലിരിക്കുന്ന ഒരു നെയിമാണ്. ഓരോരോ വേരിയബിളിനും അസോസിയേറ്റഡ് ആയിട്ടൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. അത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൽ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്നുള്ളതും ഏത് കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ഈ പർട്ടിക്കുലർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതും പിന്നെ നമ്മുടെ അതിൽ എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഡാറ്റ ടൈപ്പുകളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എത്ര ബൈറ്റ് മെമ്മറി ഈ പർട്ടിക്കുലർ ഡാറ്റ മെമ്മറിയിൽ എടുത്തു വെക്കാൻ ആവശ്യമുണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പുകളാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സി പ്ലസ് പ്ലസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്പർ പോലുള്ള കാര്യങ്ങൾ, അതായത് ഏജ്, കൗണ്ട് എന്ന പോലെയുള്ള ഡേറ്റ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കതിൻ്റെ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പായിട്ട് ഇൻറ്റിജർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് ബൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. മൂന്നാമത് ക്യാരക്ടർ ടൈപ്പാണ്, അതായത് ഓരോരോ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വേരിയബിളാണ്. അതായത് എ, ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. മൂന്നാമത്തത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ടൈപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. അതായത് നമ്മളുടെ 3.14 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പർ ആണെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കാനുള്ള വേരിയബിൾസാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞിട്ട് വോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ടൈപ്പ് കൂടി സി പ്ലസ് പ്ലസിലുണ്ട്. ബേസിക്കലി അത് ഒന്നുമില്ല എന്ന് അല്ലെങ്കിൽ ഒന്നും തിരിച്ചു തരുന്നില്ല എന്നൊക്കെ ഡെനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. ബേസിക്കലി ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഫംഗ്ഷനും അങ്ങനെയുള്ള പോയിൻറ്റേഴ്സ് പോലുള്ള സാധനങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് കുറച്ചും കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് കൂടി ഇതിലുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ബേസിക്കലി സി പ്ലസ് പ്ലസ് ഇത്രയേ ഫണ്ടമെൻ്റലി ഡാറ്റ ടൈപ്പുകളായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അല്ല. ഇത് വെരി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ബേസിക്കലി ഇൻറ്റൻഷനലി ഡിസൈൻഡ് ആണ്. ബേസിക്കലി ഇത്രമാത്രം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് സി പ്ലസ് പ്ലസ് മതി എന്നുള്ളത് അത് ഇൻറ്റൻഷനലി ഡിസൈൻഡ് ആണ്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഡാറ്റ ടൈപ്പുകളെല്ലാം ഹാർഡ്വെയറിന് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതായത് ബൈറ്റ്, വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർഡ്വെയറിന് കൂടുതൽ പെർഫോമൻസോട് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് സി പ്ലസ് പ്ലസ് ഡയറക്റ്റ്ലി ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്പുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയർ അലൈൻഡ് ആയതുകൊണ്ട് ഹാർഡ്വെയറിന് കുറച്ചും കൂടെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർഫോമൻസോട് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സി പ്ലസ് പ്ലസ് വളരെ പെർഫോമൻസ് ആയിട്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഡിസൈൻ ഡിസിഷൻസ് ഉള്ളത് കൊണ്ടാണ് സി പ്ലസ് പ്ലസ് വളരെ പെർഫോമൻസ് ആയിട്ടിരിക്കുന്ന ഡാറ്റ ടൈപ്പുകളായി പെർഫോമൻസ് ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നോർമലി നമുക്ക് ഇത്രയും കാര്യങ്ങൾ വച്ചിട്ട് ഒരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം നോർമലി നമുക്ക് ടെക്സ്റ്റ്, ലിസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ഡാറ്റ ടൈപ്പുകളൊക്കെ വേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പ്ലസ് പ്ലസിൻ്റെ പാർട്ടായിട്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് സി പ്ലസ് പ്ലസ് തന്നെ കുറേ ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കസ്റ്റം ഡാറ്റ ടൈപ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് യൂസർ തന്നെ വേറെ ഡാറ്റ ടൈപ്പുകളെ ഉണ്ടാക്കുന്നതിനെയാണ് നമുക്ക് കസ്റ്റം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സി പ്ലസ് സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്ത് കുറേ കസ്റ്റം ഡാറ്റ ടൈപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കസ്റ്റം ഡാറ്റ ടൈപ്പുകളും ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. അത് ഡയറക്റ്റ്ലി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് വഴിയൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കസ്റ്റം ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ് നമുക്ക് ആ
പറഞ്ഞിരിക്കുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. നോർമലി വലിയ പ്രൊജക്റ്റുകളിലൊക്കെ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഡാറ്റയെ അവരൊരു ലൈബ്രറി ആക്കി, ഒരു കസ്റ്റം ഡാറ്റ ടൈപ്സുകളുള്ള ഒരു ലൈബ്രറി ആയിട്ട് എഴുതും. എന്നിട്ട് ത്രൂ ഔട്ട് ദ പ്രോജക്റ്റ് ഈ പർട്ടിക്കുലർ കസ്റ്റം ലൈബ്രറി യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ എഴുതിയാൽ മതി, ആ സാധനം ഒരു തവണ ടെസ്റ്റ് ചെയ്താൽ മതി, ഒരു തവണ നമുക്കത് സ്റ്റേബിളാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. വലിയ വലിയ കമ്പനികളിലും വലിയ വലിയ പ്രൊജക്റ്റുകളിലൊക്കെ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. കസ്റ്റം ഡാറ്റ ടൈപ്പുകളുടെ ലൈബ്രറി ഉണ്ടാക്കിയിടും. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ഡാറ്റ ടൈപ്പുകളെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് ബൂളിയൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഇതിൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റ എടുത്ത് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഇപ്പോഴും റിയൽ ലൈഫിൽ ശരിക്കും നമുക്ക് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരും അല്ലേ? ആർ യു എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ശരിക്കും? യെസ് ഓർ നോ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വാല്യൂസ് മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡാറ്റ ആയിരിക്കും അത് അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ സാധനം. അപ്പം നമുക്ക് റിയൽ ലൈഫിൽ ബേസിക്കലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷനും വരും അല്ലേ? ഒരു പ്രോഗ്രാം, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതായിരിക്കും. റിയൽ ലൈഫ് പ്രോബ്ലത്തിന് പോസിബിൾ ആയിട്ടുള്ള ഡേറ്റ എല്ലാം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്, ആ ടൈപ്പ് ഓഫ് ഡാറ്റേനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് C++ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ബൂളിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആർ യു എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ കിട്ടുന്നു. ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോഗ്രാമിൽ ആ പർട്ടിക്കുലർ ആൻസർ നമ്മൾ ആ പർട്ടിക്കുലർ ആൻസർ, ആ ഡേറ്റ നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം നമുക്ക് ആ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് ആ ഡേറ്റ, അതിൻ്റെ ആൻസർ ആയിട്ടുള്ള ഡേറ്റ എവിടെയെങ്കിലും എടുത്തു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവും അല്ലേ? ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് C++ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ബൂളിയനിൻ്റെ അകത്ത് 2 വാല്യൂസേ പോസിബിൾ ആവുള്ളൂ, ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന 2 വാല്യൂസ്. അപ്പം നമുക്ക് ഇത് C++ൻ്റെ അകത്ത്, പ്രോഗ്രാമിൻ്റെ അകത്ത് ബൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. കീവേഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ ചാപ്റ്റർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ കുറേ നോൺ ആയിട്ടുള്ള വേർഡുകൾ അല്ലെ, 2 പേർക്കും മനസ്സിലാവുന്ന നോൺ ആയിട്ടുള്ള കുറേ വേർഡുകൾ യൂസ് ചെയ്യും. അതായത് എഴുന്നേൽക്കൂ, പോകൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. അപ്പം അത് കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടുള്ള യൂസേജ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാം. അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാക്കുകളാണ്. നമ്മളുടെ ഏത് സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് യൂസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കീവേഡ്സ് കാണും. ഇതേപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള കീവേഡ്സ്. ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അവന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് അവൻ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന കുറച്ച് കീവേഡുകളായിരിക്കും. അപ്പോൾ ബൂളിയൻ എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പ് എനിക്ക് വേണം എന്ന് നമുക്ക് C++ൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള വഴി എന്ന് പറയുന്നത് അതിനു വേണ്ടി C++ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. ഇതുപോലെ പല പല കാര്യങ്ങൾ C++നെ കൊണ്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിലും C++ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് C++ൻ്റെ അടുത്ത് പറയുക എന്നുള്ളതാണ്. ഇത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ആപ്ലിക്കബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ C++ൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള വഴിയാണ് ബൂൾ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ ബൂൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് ആകെ എടുത്ത് വെക്കേണ്ടത് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന സാധനമാണ്. ഇതൊരു ഡാറ്റ ടൈപ്പാണ്. നമ്മൾ നേരത്തെ മെമ്മറി സ്ട്രക്ചർ നോക്കിയ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഏതൊരു ഡാറ്റ ടൈപ്പിനും അസോസിയേറ്റഡ് ആയിട്ട് എത്ര മെമ്മറി
സൈസ് വേണം എന്നുള്ളത് ആ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തിരിക്കണം എന്നുള്ളത്. എല്ലാവരും നമ്മളുടെ ആ മെമ്മറി എന്ന് പറയുന്ന ആ സാധനം ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കണം. നമ്മൾ മറ്റേ സ്ലോട്ടുകൾ, പാർക്കിംഗ് സ്ലോട്ടുകൾ വന്ന സമയത്ത് നമുക്ക് കാറുകൾക്കും ബസ്സുകൾക്കും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സ്ലോട്ടുകൾ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ C++ൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് സൈസുകളാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ട മിനിമം മെമ്മറി എത്രയാണോ അതായിരിക്കും ആ പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബൂളിയൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റാണ്. അതായത് അതിൻ്റെ അകത്ത് ആകെ എടുത്ത് വെക്കേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ഇൻഫർമേഷനാണ്. ഇത്രയും സാധനം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൈറ്റ് മതി, ശരിക്കും ഒരു ബിറ്റ് മതി. പക്ഷേങ്കിൽ നോർമലി നമ്മൾ കമ്പ്യൂട്ടറിന് മിനിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മെമ്മറി എന്ന് പറയുന്നത് 1 ബൈറ്റ് ആയിരിക്കും. ടിപ്പിക്കലി 1 ബൈറ്റ് ആയിരിക്കും. അപ്പം നോർമലി ടിപ്പിക്കലി ബൂളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ് ആയിരിക്കും. ഇത് നമ്മൾ പ്രോഗ്രാം അങ്ങോട്ട് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ യൂസേജ് എങ്ങനെ വരുന്നു, ബൂളിയൻ എന്ന് പറയുന്ന വേരിയബിൾ എങ്ങനെ നമ്മളുടെ പ്രോഗ്രാമിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമ്മളുടെ പ്രോഗ്രാം ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഹാൻഡ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഒരു ബൂളിയൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ്. ബൂൾ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു ഇവിടെ. എന്നിട്ട് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മളിത് നേരത്തെ ചാപ്റ്റർ 1 നോക്കിയതാണ്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നു, ഫോൾസ്, ട്രൂ എന്ന് പറയുന്ന സാധനം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം ഇത് നമ്മൾ ഇതുവരെ ഏറ്റവും ഡിസ്കസ് ചെയ്യാത്ത ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ യൂസേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇപ്പം പഠിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു, കാരണം പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ ഒരു മൊമെൻറ്റിൽ ജസ്റ്റ് ബൂൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട് എന്ന് മാത്രമൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്ന സാധനമാണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ബേസിക്കലി അതൊരു ക്യാരക്ടർ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ എ, ബി എന്നൊക്കെ പറഞ്ഞ് പോലുള്ള നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ അകത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്. അപ്പം ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഒരു വേരിയബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ആ വേരിയബിളുമായിട്ട് നമ്മളൊരു ക്യാരക്ടർ ടൈപ്പാണ് അസോസിയേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ ആ വേരിയബിളിന് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത് എ, ബി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. സിംഗിൾ ക്യാരക്ടർ മാത്രം എടുത്തു വെക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാത്തിനും ഒരു കീവേഡ് ഉണ്ടാവും. ക്യാരക്ടർ ടൈപ്പാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ C++ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് CHAR എന്ന് പറയുന്ന വേർഡാണ്. CHAR എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ CHAR എന്ന് പറയുന്ന സാധനം നമ്മൾ C++ൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ടൈപ്പ് ഉള്ള ഒരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കിത്തരും. ഓക്കെ. ഇങ്ങനെയാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. CHAR എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, സ്പേസ് ഇടുന്നു, വേരിയബിളിൻ്റെ പേരിടുന്നു. അതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലി നമുക്ക് ഒരു ഇനീഷ്യൽ വാല്യൂ അസൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിരിക്കും? ഇപ്പോൾ സി വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു ലെറ്റർ സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് ഇത് മെമ്മറിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ആ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, മെയിൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളൊരു ഒറിജിനൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് മാത്രം ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാമിൽ വേറെ ഒന്നും ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ വേരിയബിൾ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം എന്ന് പറയുന്ന സാധനം മാത്രം നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. സി ഔട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തോളൂ. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫംഗ്ഷനും അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രം നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ.
ഇനിയൊരു ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുന്ന ഒരു വേർഡ് കൂടിയുണ്ട്. ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എ എന്ന് പറയുന്ന ഒരു സിംഗിൾ കോട്ട്സിൻ്റെ അകത്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സിംഗിൾ ലെറ്റർ ആണെങ്കിൽ അത് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. നേരിട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ക്യാരക്ടറാണ് എന്ന് സി പ്ലസ് പ്ലസിന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നോട്ട് ചെയ്യണം, ഒരൊറ്റൊരു ക്യാരക്ടർ മാത്രമേ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്നൊരു വേർഡ് നമുക്ക് സിംഗിൾ കോട്ട്സിനുള്ളിൽ എടുത്തു വെക്കാൻ പറ്റില്ല. അത് കമ്പൈലേഷൻ എററാണ്. സിംഗിൾ കോട്ട്സിനുള്ളിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത് ഒരേ ഒരു ക്യാരക്ടർ മാത്രമായിരിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള എ, ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് ഒരു ലെറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യാരക്ടർ ലിറ്ററൽ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം ഒരു ഡേറ്റ ടൈപ്പാണ്. അതിന് ഒരു പർട്ടിക്കുലർ മെമ്മറി, ഇത്ര മെമ്മറിയിലായിരിക്കും അത് സേവ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് സി പ്ലസ് പ്ലസ് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 1 ബൈറ്റാണ്. 1 ബൈറ്റിൽ നമുക്കൊരു ക്യാരക്ടർ എടുത്ത് വെക്കാമെന്നാണ് സി പ്ലസ് പ്ലസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 വേരിയബിൾ നമ്മൾ ക്യാരക്ടറായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സി വാല്യൂ, സി ന്യൂ വാല്യൂ എന്ന് പറയുന്ന 2 വേരിയബിൾ. അപ്പം മെമ്മറിയിൽ എത്ര സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ടാവും? ഈ പറഞ്ഞിരിക്കുന്ന സി വാല്യൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് 1 ബൈറ്റും സി ന്യൂ വാല്യൂ എന്ന് പറയുന്നതിന് വേണ്ടി വേറൊരു ബൈറ്റും. ടോട്ടലി 2 ബൈറ്റ് ഓഫ് മെമ്മറി നമ്മൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇതതിൻ്റെ വിഷ്വലൈസേഷനാണ് മെമ്മറിക്കകത്ത്. അപ്പം നമ്മൾ ഇങ്ങനെ സി വാല്യൂ, സി ന്യൂ വാല്യൂ എന്ന് പറയുന്ന 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സി പ്ലസ് പ്ലസ് ഇൻറ്റേർണലി മെമ്മറിക്കകത്ത് അത് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു മെമ്മറി, അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ വട്ടം ചാപ്റ്റർ 1 അത് പഠിച്ചിരുന്നു. അത് ഒന്ന് റീകളക്റ്റ് ചെയ്യണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് ഒരു സ്ലോട്ടിലായിരിക്കും അല്ലെങ്കിൽ ഒരു അഡ്രസ്സിലായിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവുക. ആ അഡ്രസ്സ് 1 ബൈറ്റ് മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എടുത്ത് വെക്കാൻ സി പ്ലസ് പ്ലസിന് 1 ബൈറ്റ് ഓഫ് മെമ്മറി മാത്രം ആവശ്യമുള്ളത് മതി. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നതും വേറൊരു ബൈറ്റിലായിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി വേറൊരു കാര്യം, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന സാധനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്ക് ക്യാരക്ടറുകളെ നേരിട്ട് റെപ്രസെൻ്റ് ചെയ്യാനുള്ളൊരു വഴിയില്ല. കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ആണ്. ഈ പോയിൻ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതാക്കി കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞിട്ട് മെമ്മറിയിൽ എടുത്ത് വെക്കാനുള്ള മെക്കാനിസം അവനില്ല. അവനാകെ അറിയുന്നത് സീറോസ് ആൻഡ് വൺസ് ആണ്. ഓൺ ആൻഡ് ഓഫ്, വോൾട്ടേജ് ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ അവനുള്ളൂ. ഓക്കെ. സീറോസ് ആൻഡ് വൺസ് വെച്ചിട്ടാണ് ബേസിക്കലി മെമ്മറിക്കകത്ത് അവൻ ഡേറ്റ എടുത്ത് വെക്കുന്നത്. അപ്പം ഒരു പ്രോബ്ലം നമുക്കവിടെ വരും അല്ലേ? നമുക്ക് എ എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ്ലി മെമ്മറിക്കകത്ത് എടുത്ത് വെക്കാൻ പറ്റില്ല. സീറോസ് ആൻഡ് വൺസ് മാത്രമേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണലി അത് മെമ്മറിക്കകത്ത് എടുത്ത് വെക്കുന്നത്? അപ്പം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പ്ലസ് പ്ലസ് ഇത് സീറോസ് ആൻഡ് വൺസ് ആയിട്ട് തന്നെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പം ഈ ഒരു ഡെസിമൽ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്കുണ്ട് അല്ലേ? ഏതൊരു ഡെസിമൽ നമ്പറിനെയും, അതായത് 0, 1, 2, 3 എന്നൊക്കെ പറയുന്ന ഏതൊരു നമ്പറിനെയും ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് ഓൾറെഡി നോൺ ആണ്. നമ്മളത് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബേസിക്കലി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഗൂഗിളിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡെസിമലിൻ്റെ അകത്ത് നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നൊന്ന് പഠിക്കണം. ബേസിക്കലി എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ആ ടേം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോവാതെ ജസ്റ്റ് ഒന്ന് ആ ടേം എന്താണെന്നുള്ളത് ഗൂഗിളിലൊക്കെ തപ്പിയിട്ട് ആ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഈ ഡെസിമൽ ടു ബൈനറി എന്ന് പറയുന്ന സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ത്രൂ ഔട്ട് ദ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടായിരിക്കണം.
ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി തപ്പിയതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. ഞാനത് ഇവിടെ കവർ ചെയ്യുന്നില്ല. അത് ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ പാർട്ടായിട്ട് സ്കോപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അത് സിമ്പിളായിട്ട് നമുക്കൊരു ഗൂഗിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. ആ ഒരു പ്രാക്ടീസും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഗൂഗിൾ നോക്കി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിൻ്റെ. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ഡെസിമലിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം നമുക്ക് ഉണ്ട് അല്ലേ? സോ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്പർ സേവ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ ക്യാരക്ടറിനെയും ഓരോരോ നമ്പർ മാത്രമേ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മളെത്തി. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഓരോരോ ക്യാരക്ടറിനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് ഞാൻ വിചാരിക്കുകയാണ് 10 എ എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിൽ ഞാനത് 10 എന്ന് പറയുന്ന നമ്പറായിട്ട് എടുത്തു വെക്കുന്നു. എന്നിട്ട് എ എന്ന് പറയുന്ന സാധനം എനിക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി കണ്ടുപിടിക്കും. എന്നിട്ട് ആ ബൈനറി ഞാൻ മെമ്മറിയിൽ എടുത്തു വെക്കും. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറിയിലിരിക്കുന്നത് നമ്പറല്ല ബട്ട് ക്യാരക്ടറാണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ നമ്മളുടെ പ്രോഗ്രാമിന് നോണാക്കി വെക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് 10 എന്ന് പറയുന്ന സാധനം മെമ്മറിക്കകത്തുണ്ട്. അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്പറല്ല, ഇത് ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്ന ഒരു നോളജ് നമ്മളുടെ പ്രോഗ്രാമിന് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 എന്ന് പറയുന്ന സാധനം നമ്മൾ റീഡ് ചെയ്യുന്നു. അത് ക്യാരക്ടറാണ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 10നെ എ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 10നെ എ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ നമ്പേഴ്സിനെ ക്യാരക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എൻകോഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഒരു ക്യാരക്ടർ എൻകോഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല അല്ലേ? എ എന്ന് പറയുന്നതിന് നമ്മൾ 10 എൻകോഡ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നതിന് 11 എൻകോഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ക്യാരക്ടറുകളെയും എൻകോഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഗുണമുള്ളൂ അല്ലേ? നമുക്ക് എല്ലാ ക്യാരക്ടറും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എല്ലാ ക്യാരക്ടറുകളെയും എൻകോഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ എൻകോഡ് ചെയ്യുന്ന ഈ ഒരു സെറ്റിനെയാണ് ശരിക്കും നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബേസിക്കലി നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന സാധനം ആരെങ്കിലുമൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ പർട്ടിക്കുലർ നമ്പറാണ് ഈ പർട്ടിക്കുലർ ക്യാരക്ടറിന് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ബേസിക്കലി നമുക്ക് 2 പേർക്കും നോൺ ആയിരിക്കണം അല്ലേ? ഇത് യൂസ് ചെയ്യുന്ന ആൾക്കും ഇത് സ്റ്റോർ ചെയ്യുന്ന ആൾക്കും ഇത് റീഡ് ചെയ്യുന്ന ആൾക്കും എല്ലാവർക്കും നോൺ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഒരു റിയൽ ലൈഫ് പ്രോബ്ലം നോക്കാം അല്ലേ? അത് തൽക്കാലത്തേക്ക് നമുക്ക് ക്യാരക്ടർ എൻകോഡിങ് നമുക്കൊരു സൈഡിൽ വെക്കുന്നു. നമുക്ക് റിയൽ ലൈഫ് പ്രോബ്ലം നോക്കുന്നു. നമ്മൾ റോഡിലെല്ലാം നമ്മൾ സിഗ്നൽസ് കാണാറില്ല അല്ലേ? ഇതേപോലെയുള്ള ഒരുപാട് സിഗ്നൽസ് നിങ്ങൾ റോഡ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിഗ്നലായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിച്ചിരിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ എന്ന് റീഡ് ചെയ്യാനുള്ളൊരു സമയം ചിലപ്പം ഉണ്ടാവില്ല. അപ്പം ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനൊരു സിമ്പിളാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ സിമ്പിൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒരാൾ ഇത് ഡിഫൈൻ ചെയ്ത് വെക്കണം അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് വൺ വേ എന്ന് പറയുന്നതിനുള്ളതാണ് എന്ന് ഒരാൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഈ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പഠിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ അവരിലേക്ക് കൈമാറിയിരിക്കണം. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള സിമ്പിൾസ് എല്ലാം പഠിച്ചിട്ട് നമ്മൾ ലേണിംഗ് ഒക്കെ എഴുതാറില്ലേ? അപ്പം അത് നമ്മളെ പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊരാൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരാൾ യൂസ് ചെയ്യുകയാണ്.
ഓക്കെ. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി ഒരാൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. കുറേ സിംബൽസായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംബൽ യൂസ് ചെയ്യുന്നു എന്നവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നോളേജ് ഇത് യൂസ് ചെയ്യുന്ന എല്ലാവരിലേക്കും കൊടുത്തിരിക്കുന്നു. അവർ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ വൺ വേ ആണ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മളുടെ MVD ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഇതേ മെക്കാനിസം തന്നെയാണ് നമുക്ക് ക്യാരക്ടർ എൻകോഡിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. 10 എന്ന് പറയുന്ന നമ്പർ A എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരാൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അപ്പം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് അവരെ എല്ലാ ക്യാരക്ടേഴ്സും ABC എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരു നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ലിസ്റ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ഒരു A എന്ന് പറയുന്നൊരു ലെറ്റർ നമുക്ക് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടറിനെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഒരാൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് റീഡ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ സ്റ്റാൻഡേർഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്നതിനെ ഡീകോഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 10 എന്ന് പറയുന്ന സാധനം കിട്ടുന്നു. 10 എന്ന് പറയുന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന റീഡ് ചെയ്യുന്ന ആൾ ഈ സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു നോളജ് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റാൻഡേർഡ് പോയി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് 10 എന്ന് പറയുന്നതിൻ്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഏതാണ് എന്ന് നോക്കാം. എന്നിട്ട് ആ ക്യാരക്ടറാണ് ഇതെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സുകൾ നോർമലി വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാരക്ടറുകളെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ സെറ്റാണ് ആസ്കി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നമ്മളുടെ MVD ഓരോരോ സിഗ്നൽസിനും അല്ലെങ്കിൽ ഓരോരോ സിമ്പലിനും ഇന്നതാണ് അതിൻ്റെ മീനിങ് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചതുപോലെ ആസ്കി എന്ന സ്റ്റാൻഡേർഡ് ഓരോരോ ക്യാരക്ടറിനും ഇന്ന ബൈനറി ബിറ്റ്സ് യൂസ് ചെയ്യാം എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ക്യാരക്ടർ സെറ്റ് നമുക്ക് ആവശ്യമുള്ളത് മെമ്മറിക്കകത്ത് നമുക്ക് ബിറ്റ്സ് മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു, ആസ്കി എന്ന് പറയുന്ന ഒരു ടേബിൾ വെച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്ന സാധനം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന ആൾ എന്തായിരിക്കും ചെയ്യുക, അതിൻ്റെ ബിറ്റ്സ് ഏതാണെന്ന് നോക്കും. അതിൻ്റെ എൻകോഡ് ചെയ്തിരിക്കുന്ന ബിറ്റ്സ് ഏതാണെന്ന് നോക്കും. എന്നിട്ട് ഈ ബിറ്റ്സ് ആയിരിക്കും മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ A എന്ന് പറയുന്ന സാധനം, അതിന് 65 എന്ന് പറയുന്ന വാല്യൂ 010001 എന്ന് പറയുന്ന ഈ ഒരു ബൈനറി റെപ്രസെൻറ്റേഷൻ, ആ നമ്പറിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതായിരിക്കും എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്ക് മെമ്മറിക്കകത്ത് നമുക്ക് ബിറ്റുകളായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റി. ആ ബിറ്റുകളെ നമ്മളൊരു ക്യാരക്ടറായിട്ട് എൻകോഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന ആൾ ആസ്കി ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്, ഇത് റീഡ് ചെയ്യുന്ന ആളും ആസ്കി ആയിരിക്കണം ഫോളോ ചെയ്യുന്നത് അല്ലേ. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് 0001 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യുന്നു, റീഡ് ചെയ്യുന്ന ആളും എന്ത് ആസ്കി ടേബിൾ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 010001 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ മെമ്മറിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാരക്ടറാണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനും കൂടി അവിടെ പ്രസൻ്റ് ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ആസ്കി ടേബിളിൽ പോയി നോക്കിയിട്ട് A എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി ഈ എൻകോഡിങ് ഡീകോഡിങ് എന്നൊക്കെ പറയുന്ന ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, C++ ഇൻറ്റേർണലി ചെയ്തുകൊള്ളും. ഓക്കെ. പക്ഷേ ക്യാരക്ടർ എൻകോഡ് ഏതാണ് യൂസ് ചെയ്യുന്നത്, ക്യാരക്ടർ സെറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അത് ഇൻറ്റേർണലി ഡിഫൈൻ ചെയ്യും. നമ്മൾ നോർമലി അത് അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും വരാറില്ല. പക്ഷേങ്കിൽ ഇത് ഇൻറ്റേർണലി ഒന്നും നമ്മൾ ഒരു പ്രോഗ്രാമർ യൂസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഹൈ ലെവൽ നോളജ് എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണലൈസേഷൻ പോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ആസ്കി എന്ന് പറയുന്നത് 7 ബിറ്റ് എൻകോഡിംഗ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7 ബിറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് അത് ഓരോരോ ക്യാരക്ടറും എൻകോഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പം
7 ബിറ്റുകൾ വെച്ചിട്ട് നമുക്ക് എത്ര ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 128 ഡിഫറെൻറ്റ് നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ബൈനറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് ആ പോർഷൻ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് 7 ബിറ്റ് വെച്ചിട്ട് നമുക്ക് 128 ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ 128 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ അകത്തിരിക്കുന്ന എ ടു സെഡ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, ഡിജിറ്റ്സ് 0 to 9 പിന്നെ കുറച്ച് നമ്മളുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയെല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ക്യാരക്ടേഴ്സിനെ ആസ്കി അവരുടെ ടേബിളുകളിൽ എൻകോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 7 ബിറ്റ്സ് മതി. ബിക്കോസ് ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് 128 കൂടുതലാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങളെ, അതായത് സ്മോൾ ലെറ്റർ എ ടു സെഡ്, ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ്, ഇവരെല്ലാം നമുക്ക് 128 ഡിഫറെൻറ്റ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ നമുക്ക് 7 ബിറ്റ് വച്ചിട്ട് ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ആസ്കി എന്ന് പറയുന്ന ക്യാരക്ടർ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് 7 ബിറ്റ്സ് വേണം. അപ്പം ടിപ്പിക്കലി കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഏറ്റവും ലോവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി, അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി എന്ന് പറയുന്നത് ടിപ്പിക്കലി 1 ബൈറ്റ് ആയിരിക്കും. അപ്പം ക്യാരക്ടർ എന്ന് പറയുന്ന ആസ്കി യൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 1 ബൈറ്റ് മെമ്മറിയിൽ മതി. 1 ബൈറ്റ് സ്റ്റോറേജ് മെമ്മറിയിൽ മതി. അപ്പം നമ്മൾ നേരത്തെ പ്രോഗ്രാം അതെങ്ങനെയായിരിക്കും മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എ എന്ന് പറയുന്ന വാല്യൂ സി വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. ബി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സി ന്യൂ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലുമായിരുന്നു എടുത്ത് വെച്ചിരുന്നത് അല്ലേ? അപ്പം എ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ സി പ്ലസ് എസ് ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? സി പ്ലസ് എസ് ആസ്കി എന്ന് പറയുന്ന ക്യാരക്ടർ സെറ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അവൻ ആദ്യം ചെയ്യുന്നത് എയുടെ ആസ്കി വാല്യൂ എന്താണ് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ അനുസരിച്ച് കണ്ടുപിടിക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലേ? അപ്പം ആസ്കി എന്ന് പറയുന്ന സാധനം എയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ആസ്കിക്കകത്തുണ്ട്. അതിൻ്റെ ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഇന്നതാണ് എന്ന് സി പ്ലസ് എസ് കണ്ടുപിടിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അവനും ചെയ്യുന്നത് എന്താണ്? 97 എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ ബൈനറി വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ വാല്യൂ ആയിരിക്കും അവൻ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. റീഡ് ചെയ്യുന്ന ആൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിനകത്ത് എനിക്കൊരു ക്യാരക്ടറാണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ സി പ്ലസ് എസിനുണ്ട്. ആ ഇൻഫർമേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ബേസിക്കലി അങ്ങനെ ഒരു ഇൻഫർമേഷൻ സി പ്ലസ് എസിനുണ്ട് എന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൻ്റെ അകത്തിരിക്കുന്ന 1 ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ ആകുമ്പോൾ 1 ബൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ 1 ബൈറ്റിനെ അവൻ റീഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഇത് ആസ്കിയിലെ എന്ത് റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് നോക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആസ്കിക്കകത്ത് എ എന്ന് പറയുന്ന ക്യാരക്ടറാണ് എന്നുള്ള ഇൻഫർമേഷൻ അവന് തിരിച്ച് കിട്ടി. അപ്പം അവൻ എ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ത്രൂ ഔട്ട് അവൻ യൂസ് ചെയ്യുന്നത്. പ്രിൻറ്റ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ എന്തിനായാലും എ എന്ന് പറയുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് സി പ്ലസ് എസ് ആസ്കി എന്ന് പറയുന്ന സാധനത്തിനെ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ആസ്കിയുടെ ലിമിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആസ്കി എന്ന് പറയുന്നത് 7 ബിറ്റ് എൻകോഡിംഗ് ആണ്. അതിന് മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 128 ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 26 ലെറ്റേഴ്സ് ആണുള്ളത്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്മളുടെ 0 to 9 എന്ന് പറയുന്ന നമ്പേഴ്സ്, പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ കീബോർഡിൽ കാണുന്ന കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഡോളറിൻ്റെ സൈന്, ഹാഷ്, ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് 128 നമ്പറിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെക്കാം അല്ലേ? 26 സ്മോൾ ലെറ്റേഴ്സ്, 26 ക്യാപിറ്റൽ ലെറ്റേഴ്സ്, 10 നമ്പേഴ്സ്, ഡിജിറ്റ്സ് 01 എന്ന് പറയുന്ന സാധനം, പിന്നെ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് 128 ക്യാരക്ടേഴ്സേ ആവത്തുള്ളൂ. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആസ്കി എന്ന് പറയുന്ന ക്യാരക്ടർ സെറ്റ് ഇനഫാണ്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ക്യാരക്ടറിനെയും എൻകോഡ് ചെയ്യാൻ പറ്റും.
പക്ഷെങ്കിൽ പ്രോബ്ലം വരുന്നത് ലോകത്തിലിരിക്കുന്ന വേറെ ലാംഗ്വേജസും ഉണ്ടല്ലോ. ജാപ്പനീസ്, ചൈനീസ് എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 26 ലെറ്റേഴ്സ് ഒന്നുമല്ല. ജാപ്പനീസിലും ചൈനീസിലൊക്കെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് ക്യാരക്ടേഴ്സൊക്കെ ജാപ്പനീസിലും ചൈനീസിനകത്തും ഉണ്ട്. കാഞ്ചിയും ഹിരഗാന, കഥകാന എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ടൈപ്പുകളിലുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളെല്ലാം ജാപ്പനീസിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് 128 ക്യാരക്ടേഴ്സ് അല്ല ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ആസ്കി വെച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആസ്കി വെച്ചിട്ട് മാക്സിമം 128 തന്നെ പറ്റുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജസിൽ 128ലും കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആസ്കി നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടെത്തി. ഇവിടെയാണ് നമ്മൾ യൂണിക്കോഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വരുന്നത്. ആസ്കി ഒരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആസ്കി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് ഓരോരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ എൻകോഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിൽ. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ യൂണിക്കോഡ് ലോകത്തിലുള്ള എല്ലാവരും ഫോളോ ചെയ്യും. നമ്മൾ നേരത്തെ MBD ഒരു സിമ്പിൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന സിമ്പിളിന് ഇന്ന മീനിങ് ആണ് എന്ന് MBD ഡിഫൈൻ ചെയ്തതുപോലെ തന്നെയാണ് യൂണിക്കോഡിൻ്റെ അകത്തും അല്ലെങ്കിൽ ആസ്കിക്കകത്തും അങ്ങനെയുള്ള ഏത് സ്റ്റാൻഡേർഡിൻ്റെ അകത്തും ആളുകൾ ഇന്നതിന് ഇന്നതാണ് റെപ്രസെൻറ്റേഷൻ, ഇന്നതാണ് മീനിങ് എന്നാണ് സ്റ്റാൻഡേർഡുകൾക്കകത്ത് നമ്മൾ പറയാം. അങ്ങനെയാണെങ്കിൽ യൂണിക്കോഡിൻ്റെ അകത്തും ആസ്കി പോലുള്ള ക്യാരക്ടർ സെറ്റ് സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ന ക്യാരക്ടറിന് ഇന്ന നമ്പറാണ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്പറിനെ ബൈനറി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല ക്യാരക്ടറുകളെയും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസത്തിലോട്ട് എത്താൻ നമുക്ക് പറ്റും എന്നുള്ളത്. അപ്പോൾ ആസ്കിയുടെ ലിമിറ്റേഷൻ കൊണ്ടാണ് നമുക്ക് യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കൂടി ഉണ്ടാക്കേണ്ടി വന്നത്. ലോകത്തിലിരിക്കുന്ന എല്ലാ ഭാഷയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിക്കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ C++ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇംഗ്ലീഷ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവില്ല. പലപ്പോഴും നമുക്ക് നമ്മളുടെ ഭാഷയും ജാപ്പനീസും ചൈനീസും അങ്ങനെയുള്ള ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഉപയോഗിക്കേണ്ടി വരും. യൂണിക്കോഡ് എന്ന് പറയുന്നത് ആസ്കി 7 ബിറ്റ്സ് ആയിരുന്നെങ്കിൽ യൂണിക്കോഡ് 2 ബൈറ്റ്സ് ആണ്. അതായത് 16 ബിറ്റ്സ് ആണ് യൂണിക്കോഡിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പം 2⁻16 അല്ലെങ്കിൽ അത്രയും നമ്പേഴ്സിനെ യൂണിക്കോഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലിരിക്കുന്ന എല്ലാ നോണായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിൻ്റെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടേ വരുള്ളൂ. ആ നമ്പറിൻ്റെ താഴെയേ വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നു യൂണിക്കോഡിൽ ഇപ്പം ഏകദേശം 140,000-ഓളം ക്യാരക്ടേഴ്സുകളെ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ്കിക്കകത്ത് 128ൻ്റെ താഴെയായിരുന്നു എങ്കിൽ യൂണിക്കോഡിൻ്റെ അകത്ത് ഏകദേശം 140,000 ക്യാരക്ടേഴ്സിന് എൻകോഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ ഭാഷയിലുള്ള ക്യാരക്ടേഴ്സിനെയും യൂണിക്കോഡിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ മലയാളം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും യൂണിക്കോഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹിന്ദി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയിലിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സ്, തമിഴ്, തെലുങ്ക് അങ്ങനെ പറഞ്ഞിട്ട് ലോകത്തിലിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിൻ്റെയും ക്യാരക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ യൂണിക്കോഡ് തന്നിട്ടുണ്ട്. യൂണിക്കോഡ് തന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? നമുക്ക് ലോകത്തിലിരിക്കുന്ന ഏത് ക്യാരക്ടറിനെയും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്ന് പറയുന്ന ഒരു സൗകര്യം നമുക്ക് കിട്ടി അല്ലേ? ഇൻഫർമേഷൻ തെറ്റാണ്. 2⁻32 അല്ല, 2⁻16 ആയിരിക്കും. അപ്പോൾ യൂണിക്കോഡ് എങ്ങനെ നമുക്ക് C++ൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് C++ൻ്റെ അകത്ത് കാർ അല്ലെങ്കിൽ എന്ന് പറയുന്ന CHAR എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ യൂണിക്കോഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ WCAR_T എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. അതാണ് അതിൻ്റെ കീവേഡ്. WCAR_T എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന യൂണിക്കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീബോർഡ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇവിടെ നമ്മൾ നമ്മളുടെ എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ സേവ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന സാധനം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു യൂണിക്കോഡ് റെപ്രസെൻറ്റേഷൻ ആണ്. അത് നമുക്ക് കാർ എന്ന് പറയുന്ന C++ൻ്റെ ഡാറ്റ ടൈപ്പിൽ എടുത്ത് വെക്കാൻ പറ്റില്ല. ബിക്കോസ് കാർ എന്ന് പറയുന്നത് ആസ്കി ബേസ്ഡ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഡാറ്റ ടൈപ്പ് WCAR_T എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ടി വരും.
ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ wcar_t എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി, സി വാല്യൂ എന്ന് പറയുന്ന വേരിയബിൾ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ എന്ന് പറയുന്ന നമ്മളുടെ ലെറ്റർ യൂസ് ചെയ്തു. അപ്പം ഇത് യൂണിക്കോഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് എൽ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് കൂടി അതിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് യൂണിക്കോഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ക്വോട്ട്സിൻ്റെ അകത്തൊരു ക്യാരക്ടർ ലിറ്റർ ഉണ്ട്. അത് ആസ്കി ആണ്, അല്ലെങ്കിൽ 1 ബൈറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സാധനമാണെന്ന് പ്രോഗ്രാം വിചാരിക്കും. അപ്പോൾ അതല്ല, ഇത് 2 ബൈറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് അറിയിക്കാൻ വേണ്ടി എൽ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് അതിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ക്യാരക്ടർ ലിറ്റർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതെങ്ങനെ സേവ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വാല്യൂ വന്ന സമയത്ത് ആസ്കി ആയിരുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന ആസ്കിയുടെ ടേബിളിൽ പോയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. ഇതേ പ്രോസസ്സ് തന്നെ ഇവിടെ നടക്കും. യൂണിക്കോഡിന് വേണ്ടിയിട്ടും ആസ്കിക്ക് ഉള്ളതുപോലെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഇവിടെ കാണിച്ചില്ല. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് 1,40,000 അല്ലെങ്കിൽ 1,40,40,000 ലെറ്റേഴ്സ് ഉണ്ട്. അത്രയും സാധനം നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഈ അ എന്ന് പറയുന്ന ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിക്കോഡ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 3333 എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ബൈനറി ആയിരിക്കും മെമ്മറിക്കകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ ആ പോയിന്റ്? സ്വാഭാവികമായിട്ടും 2 ബൈറ്റ് വേണം. 1 ബൈറ്റ് പോരാ. യൂണിക്കോഡ് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ 2 ബൈറ്റ് ആണ്. വലിയൊരു നമ്പറാണ്. അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 16 ബിറ്റ്സ് അല്ലെങ്കിൽ 2 ബൈറ്റ്സ് മെമ്മറി വേണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്ക് യൂണിക്കോഡ് എന്ന് പറയുന്ന സാധനം യൂസ് അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മെമ്മറി വേണ്ടി വരും അല്ലേ? പണ്ട് നമ്മൾ ഇംഗ്ലീഷിൻ്റെ അകത്തിരിക്കുന്ന ഒരു 10 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് ബേസിക്കലി 10 ബൈറ്റ് മതിയായിരുന്നു. പക്ഷെങ്കിൽ നമ്മളിപ്പം നമ്മളുടെ ലാംഗ്വേജിൻ്റെ അകത്തിരിക്കുന്ന മലയാളത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു വലിയ സെൻറ്റൻസാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് ഓരോരോ ക്യാരക്ടറിനും 2 ബൈറ്റ് വരും. അപ്പം 10 മലയാളം ലെറ്റേഴ്സാണ് നമ്മൾ സേവ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അതിന് 20 ബൈറ്റ് മെമ്മറി വേണ്ടി വരും. ഓക്കെ. അപ്പം ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ട വേരിയബിൾ, നിങ്ങളുടെ ഡേറ്റ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് മാത്രമേ ഇൻക്ലൂഡഡ് ആവുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ക്യാരക്ടർ യൂസ് ചെയ്താൽ മതി. അവിടെ wcar യൂസ് ചെയ്യേണ്ട കാര്യമില്ല ബേസിക്കലി. പക്ഷെങ്കിൽ 100% ഷുവർ ആയിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിൻ്റെ അകത്ത് എനിക്ക് ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് മാത്രമേ വരൂ എന്നുള്ളത് 100% ഷുവർ ആണെങ്കിൽ മാത്രമേ അതിന് ചെയ്യാവുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ wcar എന്ന് പറയുന്ന സാധനം സേഫായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷും എടുത്ത് വെക്കാം, വേറെ ലാംഗ്വേജസും എടുത്ത് വെക്കാം. ക്യാരക്ടറിൻ്റെ അകത്ത് നമുക്ക് ആസ്കി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് മാത്രമേ എടുത്ത് വെക്കാൻ പറ്റുകയുള്ളൂ. ഈ മെമ്മറിക്കകത്തുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. കോഡ് എഴുതുന്ന സമയത്ത് അതുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ. നമ്മൾ നേരത്തെ ക്യാരക്ടർ ലിറ്റർ എന്ന് പറയുന്ന സാധനത്തിന് ഡിസ്കസ് ചെയ്തിരുന്നു. A0 അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്വോട്ട്സിൻ്റെ അകത്ത് വരുന്ന സാധനത്തിനെയാണ് ക്യാരക്ടർ ലിറ്റർ എന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന C++ൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനും ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ലിറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ന്യൂ ലൈൻ, ഹൊറിസോണ്ടൽ ടാബ്, വെർട്ടിക്കൽ ടാബ് എന്ന് പറയുന്ന കുറച്ച് ആക്ഷൻസ് അല്ലേ? നമുക്കിപ്പം ഒരു ക്യാരക്ടർ നമ്മളിങ്ങനെ എഴുതി പോവാണ്, ഒരു വേർഡ് ഇങ്ങനെ എഴുതി പോവാണ്. അപ്പോൾ ഒരു മൊമെൻറ്റിൽ നമുക്ക് ന്യൂ ലൈനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ C++ ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവൻ /n എന്ന് പറയുന്ന ഒരു സാധനം കൂടി അഡീഷണലി ആഡ് ചെയ്ത് വെക്കും. ഓക്കെ. അത് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടി ക്യാരക്ടർ ലിറ്ററിലുണ്ട് എന്ന് പറയുന്ന ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ.